ഭയം പൊഴിയണം നല്ലൊരു കുസി ഉണ്ടാവും. സ്കൂളില്ലാത്ത ദിവസത്തെ ഓരോരോ അവസ്ഥകളാണ് കേട്ടോ ഇതൊക്കെ. തലേ ദിവസമാണ് ടീച്ചർ മെസ്സേജ് അയക്കുന്നത് നാളെ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അത് കണ്ട വഴിക്ക് അവർക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നാളെ ക്ലാസ് ഇല്ല എന്ന് പറഞ്ഞിട്ട്. പാലക്കാട് മലപ്പുറം ഈ 2 ജില്ലകൾക്കാണ് ഇന്ന് ക്ലാസ് ഉണ്ടാവാതിരുന്നത് കേട്ടോ. എന്തിനാണ് ആ ഒഴിവ് കൊടുത്തതെന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ച് വെക്കുന്നത്. കളക്ടർക്കും അറിയണ്ടാവില്ല, മഴയ്ക്കും അറിയണ്ടാവില്ല എന്തിനാണ് ഇന്നിപ്പോൾ അത് ഒഴിവ് കൊടുത്തിട്ടുള്ളതെന്ന്. കാരണം ഒന്നും തീരെ മഴ ഉണ്ടായില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. പിന്നെ ഇതേ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് തൊഴിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരത്തെ ആലോചനയ്ക്ക് ശേഷമാണ് എന്തുണ്ടാക്കും എന്നുള്ളത് ഉരുത്തിരിഞ്ഞ് വന്നിട്ടുള്ളത്. കാരണം ഒരാൾക്ക് ഒന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ മറ്റാൾ പറയും അത് പറ്റിയില്ല എന്ന്. അപ്പോൾ പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച് എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. ചപ്പാത്തിൻ്റെ ആലുകറിയാണ് കേട്ടോ. അപ്പോൾ ഇത് ആലുകറിക്കുള്ളതൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചപ്പാത്തി ഇത് അപ്പോഴേക്ക് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴേക്ക് ഇതേടെ ആലുകറിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നെയ്യിലാണ് കേട്ടോ നമ്മൾ വറുത്തിട്ടത്. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആലുകറിയും ചപ്പാത്തിയും കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതേ നന്ദി നീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ഇഷ്ടമല്ല കേട്ടോ. അവളിത് ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടാണ് കഴിച്ചത്. അപ്പോഴേക്ക് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കൽ കഴിഞ്ഞിട്ട് ഞാനത് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോഴാണ് ഇത് അവിടെ പേപ്പർ കിടക്കണത്. അപ്പോൾ എന്താ പേപ്പറിൽ വിശേഷം വെച്ചിട്ട് എടുത്ത് നോക്കുമ്പോൾ എന്താ വിശേഷം അല്ലേ, ഒരേ വിശേഷം തന്നെയാണ് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ശബരിമല പ്രശ്നം, കൊല്ലൽ, കൊലപാതകം ഇതൊക്കെ തന്നെ. പിന്നെ അതേ അച്ഛനും മകനും കൂടി ഇരുന്നിട്ട് നരൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ ഇതാ അച്ഛനും വന്നിട്ട് അതിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ സിനിമ കാണാനും ചിരിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇതാ അമ്മ ഉച്ചമ്പഴക്കുള്ളതൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മോര് കറി, പിന്നെ ഇത് ഉപ്പേരിക്കുള്ളതൊക്കെയാണ് തോന്നുന്നുണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അധിക സമയം അവിടെ ചുറ്റി തിരിഞ്ഞ് നിന്നില്ല. ഞാൻ എൻ്റെ പ്രോപ്പർട്ടി എടുത്തിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ക്ലീനിങ് കഴിഞ്ഞിട്ട് വേണം നാരൻ സിനിമ എല്ലാവരെയും കൂടെ ഇരുന്ന് കാണാമെന്നുള്ളതിൻ്റെ ഒരു തത്രപ്പാടിലാണ് കേട്ടോ. ഞാനത് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് നല്ല ഇഷ്ടമാണല്ലോ എന്തെങ്കിലും ഒന്ന് കേക്കൊക്കെ ചെയ്തതിന് ശേഷം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. പിന്നെ അതേ കുട്ടികളുള്ള ദിവസം നമ്മൾ ഈ തുടയ്ക്കണതും അടിക്കണതൊക്കെ വെറുതെ കേട്ടോ. കാരണം അവർ ഓരോരോ സാധനങ്ങൾ അവിടെയും ഇവിടെയൊക്കെ കൊണ്ടുവന്നാക്കിയിട്ടുണ്ടാവും. പിന്നെ നമുക്കത് പെറുക്കാനും അടിക്കാനേ ഒഴിവുണ്ടാവുള്ളൂ. ഇപ്പോൾ കണ്ട അത് ചെയ്യണതിൻ്റെ ഇടയിൽ തന്നെ വന്നിട്ട് എന്തോ കോമഡി എന്തോ ആണ് തോന്നുന്നത്. അത് കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ അതേൻ്റെ വർക്കുകളൊക്കെ ഞാൻ വേഗം ഒരുക്കിയിട്ട് 3 പഴങ്ങളൊക്കെ എടുത്തിട്ട് സിനിമ കാണുമ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുട്ടികൾക്കും കൊടുത്തു. ഞാൻ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അച്ഛൻ ഓരോ കോമഡികൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ തുടങ്ങും അന്ന് ചിരിക്കാൻ. അപ്പോൾ സിനിമയൊക്കെ മാറ്റി വെച്ചിട്ട് പിന്നെ അത് ചിരിയായി കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഒന്ന് ഞങ്ങളുടെ ഒരു ചെറിയ വീഡിയോ.